വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ നിൻ്റെ അനിയത്തിയുടെ ഭാവിയാണോ വലുത് അതോ നിനക്ക് നിൻ്റെ ഇഷ്ടങ്ങളാണോ വലുത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് ആകെ വിഷമത്തിലാവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പെൺതുണയില്ലാത്ത 3 പെണ്ണുങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ വേണമോ വേണ്ടയോ എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ശാലിനി ആദ്യമൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇനി എനിക്കൊന്നും പറയാനില്ല, നിനക്ക് നിൻ്റെ തീരുമാനമല്ലേ വലുത്, ഞാൻ പോവുകയാണ്, അനിയത്തി ഇവിടെ തന്നെ നിന്നോട്ടെ, ഒക്കത്തൊരു കുട്ടിയുമായിട്ട് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ വാല് തുറക്കാനായിട്ട് പോകുമ്പോൾ ശാലിനി ഇങ്ങനെ തിരി വിളിക്കുകയാണ് സത്യാമ്മയെന്ന് പറഞ്ഞിട്ട്. സത്യാമ്മ പറയുന്നത് എന്ത് ഞാൻ അനുസരിച്ചോളാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ തിരിച്ച് ശാലിനിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഇനി ഒരിക്കലും നീ വിഷ്ണുവുമായിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല. വിഷ്ണു നിൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വന്നാലും നീ ഒഴിഞ്ഞു മാറി പോവുക തന്നെ വേണം. പിന്നെ ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ നിൻ്റെ അനിയത്തിമാരോ അമ്മയോ മൂന്നാമതൊരാൾ ആരും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഇല്ല ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുമ്പോൾ വാക്ക് എന്ന് പറഞ്ഞിങ്ങനെ സത്യഭാമ കൈ നീട്ടുകയാണ്. തുടർന്ന് ശാലിനിയെ സത്യഭാമയുടെ കയ്യിലേക്ക് അടിച്ച് സത്യം ചെയ്യുകയാണ്. തുടർന്ന് നീ ഈ വാക്ക് എപ്പോൾ മാറ്റുന്നോ അന്ന് എൻ്റെ വാക്കും ഞാനങ്ങ് മാറ്റും, ശ്യാമ പിന്നെ ഈ വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുകയാണ്. തുടർന്ന് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി ഏറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ശാലിനിയെ പിടിച്ച് നേരെയൊക്കെ നിർത്തിയിട്ട് മുടിയൊക്കെ നേരെയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി വേറെ ആരും അറിയാനായിട്ട് പാടില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് സത്യഭാമ അവിടെ നിന്ന് റൂം തുറന്നങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം പുറത്ത് ശാരികയും ശ്യാമയും കൂടി അവിടെ നിൽക്കുകയാണ്, ആകെ ടെൻഷനായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. തുടർന്ന് ചിരിച്ച മുഖത്തോട് ദേഷ്യഭാവമൊക്കെ മാറ്റിയിട്ട് ചിരിച്ച മുഖത്തോടു കൂടി ഭാമ ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ ശരി മോളെ പോട്ടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് സത്യഭാമ അവിടെ നിന്നും പോവുകയാണ്. അതേസമയം ശാലിനിയാണെങ്കിലോ ആകെ വിഷമിച്ച് തൻ്റെ വയറിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കുന്ന പോലെ വയറിലേക്ക് ഇങ്ങനെ കൈവച്ച് അങ്ങ് കട്ടിലാകെ തളർന്നങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് ഭാമ പോയതിനു ശേഷം ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താടി വാതിലിനടച്ച് അവർ നിന്നോട് സംസാരിച്ചതെന്ന് ശാരിക ചോദിക്കുമ്പോൾ നല്ലതേ പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ആർക്ക് നല്ലത് എന്നിങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് എന്ന് പറയുമ്പോൾ എന്താ കുഞ്ഞേച്ചി കാര്യമെന്നിങ്ങനെ ശ്യാമ പിടിച്ച് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ജീവിതത്തേക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ കൂടപ്പിറപ്പുകളുടെ ജീവിതമാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കവിളിൽ ഇങ്ങനെ തലോടുകയാണ്. അന്നേരം സങ്കടം ഉള്ളിൽ ഒളിപ്പിക്കാനായിട്ട് ശാലിനി ഒരുപാട് പാടുപെടുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരുടെയും മുഖത്ത് നോക്കാതെ ശാലിനി ഇറങ്ങി ഹോട്ടലിനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ഒരു ബെഞ്ചിൽ പോയിരുന്ന് ആകെ കരയുകയാണ്. സത്യഭാമയ്ക്ക് സത്യം ചെയ്തതൊക്കെ ഓർത്തങ്ങ് സങ്കടപ്പെട്ട് അവിടെ കുറേ നേരം ശാലിനി ഇരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ഒരു പാട്ട് സീനാണ്. ശാരദാമ്മയുടെ വീട്ടിൽ ശാലിനി ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ ആദ്യമായിട്ട് കണ്ടതും വഴക്ക് കൂടിയതും കല്യാണം കഴിച്ചതും പിന്നീട് ഇഷ്ടത്തിലായതും ഒക്കെ ഒരു പാട്ട് സീനിലൂടെ വിഷ്ണുവും സത്യഭാമയുടെ വീട്ടിൽ നിന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ശാലിനി ഇവിടെ കുടുംബശ്രീ വീട്ടിലിരിക്കുകയാണ്. അന്നേരം അവർ രണ്ടുപേരും തങ്ങളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതും വഴക്ക് കൂടിയതും പിന്നെ സത്യഭാമയുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളും ഇറങ്ങി വന്നതും ഒക്കെ ഒരു പാട്ട് സീനിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. രാവിലെ ആ സൂര്യ ഉദിച്ചു വരുന്നതും പിന്നെ വൈകുന്നേരം അസ്തമിക്കുന്നതും ഒക്കെ അങ്ങനെ 2-3 മാസങ്ങളൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശാലിനിക്ക് കുറേശ്ശെ വയറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ വിഷമിച്ച് ഒരു 3-4 മാസത്തെ ഒരു ഗ്യാപ്പ് ആ ഒരു പാട്ട് സീനിലൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഒരു ദിവസം രാത്രി വിഷ്ണു ഇങ്ങനെ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ പതുക്കെ കട്ടിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നല്ല വയറൊക്കെ ഉണ്ട് എഴുന്നേറ്റ് ഫോൺ എടുക്കുകയാണ്. അന്നേരം എത്ര നേരമായി ഉച്ച തൊട്ട് ഞാൻ വിളിക്കുകയാണ്, താൻ എന്താ ഫോൺ എടുക്കാത്തത്, ഫോൺ എന്താ കട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നാളായിട്ട് കാണാതിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സത്യമ്മ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ കാണരുതെന്ന്, ശ്യാമയ്ക്ക് ആ വീട്ടിലോട്ട് വരണ്ടേ, ശ്യാമയുടെ കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ പ്രസവമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാണാമെന്ന് പറയുകയാണ്. അന്നേരം അത്രയും നാൾ കാണാതിരിക്കാനോ, ഞാനിവിടെ ശ്വാസം മുട്ടി ചത്തുപോകും, എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് CCTV പേടിച്ചാണ് താൻ എങ്ങനെ ഇരിക്കണമെങ്കിൽ അതിനെയൊക്കെ വെട്ടിക്കാനുള്ള എന്തോരം മാർഗ്ഗങ്ങളുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുക അപ്പോൾ കാണുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ വയറ് കണ്ടാൽ പ്രശ്നമല്ലേ വിഷ്ണുവേട്ടൻ കണ്ടാൽ ഞാൻ ഗർഭിണിയാണെന്ന് അറിയില്ലേ എന്നൊക്കെ ആലോചിച്ചങ്ങ് ശാലിനി സങ്കടപ്പെടുകയാണ്. അന്നേരം താൻ എന്താടോ മിണ്ടാത്തത്, തനിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ഒരിക്കലും സത്യാമ്മയുടെ വീട്ടിലേക്ക് അവിടേക്ക് വരണ്ടെന്നാണോ വിഷ്ണുവേട്ടൻ പറയുന്നത് ചോദിക്കുകയാണ്. അന്നേരം അതെന്താടോ എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. അന്നേരം പറയുന്നുണ്ട്, നമ്മൾ കണ്ടു എന്ന് എങ്ങനെയെങ്കിലും സത്യാമ്മ അറിഞ്ഞാൽ എനിക്ക് ആ വീടിൻ്റെ പടി ചവിട്ടാനായിട്ട് സാധിക്കില്ല, ശ്യാമയുടെ പ്രസവമൊക്കെ കഴിയുമ്പോൾ കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം, അപ്പോൾ എനിക്ക് അങ്ങോട്ടത്തേക്ക് വരാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അത്രയും ദിവസമൊന്നും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. അന്നേരം നമുക്ക് കാണാമെന്ന് പറയുകയാണ്. അന്നേരം എങ്ങനെയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വീഡിയോ കോളിലൂടെ കാണാമെന്ന് പറയുകയാണ്. അന്നേരം വീഡിയോ കോളിലോ അതിനെന്താ ഇപ്പോൾ പ്രശ്നം, വീഡിയോ കോളിൽ കണ്ടാൽ പോരെ, എപ്പോൾ വേണമെങ്കിലും കാണാം സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഒരുവിധം പ്ലീസ് വിഷ്ണു അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഒരുവിധം ഒന്ന് അടങ്ങുന്നുണ്ട്. അന്നേരം അത്രയും സമയം വരെ കരുതുള്ളുകയായിരുന്നു വിഷ്ണു. ശാലിനിയെ കാണാത്തതിലുള്ള വിഷമമാണ് മുഴുവൻ പ്രകടിപ്പിക്കുന്നത്.
അന്നേരം വീഡിയോ കോളെങ്കിൽ വീഡിയോ കോള്, ഞാൻ എപ്പോൾ വിളിച്ചാലും കാൾ അറ്റൻഡ് ചെയ്തോളണം, പിന്നെ അപ്പോൾ അവിടെ പോയി ഇവിടെ പോയി എന്നൊന്നും പറയാനായിട്ട് പാടില്ല, അങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് അപ്പോൾ അങ്ങോട്ടത്തേക്ക് വരുമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം അത് വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് ഒരുവിധം ശാന്തനായിട്ട് ശാന്തനാവുകയാണ്. അന്നേരം ഞാൻ ഇപ്പോൾ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഉടനെ വെക്കുകയാണോ, താൻ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നിങ്ങനെ സൗമ്യതയോട് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല കഴിച്ചോളാം എന്ന് പറയുകയാണ്. വിഷ്ണുവേട്ടനും കഴിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഞാനും കഴിച്ചോളാം, താൻ ഹാപ്പി ആയിട്ടിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അങ്ങ് ശാലിനിക്ക് സങ്കടമാണെന്ന് അറിയുമ്പോൾ വിഷ്ണു അങ്ങ് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് ഒരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. ശാലിനി ഇങ്ങനെ വയറിലേക്കൊക്കെ കൈവയ്ക്കുകയാണ്. എന്നിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഫോൺ വെച്ച ശേഷവും ശാലിനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരുന്നങ്ങ് കരയുകയാണ്. പക്ഷേ വിഷ്ണുവിന് ഒരു ആശ്വാസം ആവുന്നുണ്ട്, വീഡിയോ കോളിലൂടെ കാണാമെന്ന് പറഞ്ഞല്ലോ. തുടർന്നും കാണിക്കുന്നത് ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ശാലിനി ആദ്യം പൂജാമുറിയിൽ പോയി കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വയറേ ഉള്ളൂ. പിന്നെ കാണിക്കുമ്പോൾ കുറച്ചുകൂടി വയറൊക്കെ ആയിട്ട് പിന്നീട് നല്ല നേരെ വയറാകുന്നുണ്ട്. ഷാളൊക്കെ ഇട്ട് അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണിക്കുകയാണ്. അന്നേരം മാസങ്ങൾ കടന്നു പോകുന്നത് തന്നെയാണ് കാണിക്കുന്നത്. തുടർന്ന് വീഡിയോ കോളിലൂടെ വിഷ്ണുവുമായിട്ട് സംസാരിക്കുന്നത്. അന്നേരം ശാലിനി ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിന് വയറ് കാണാനായിട്ട് സാധിക്കില്ല. ശാലിനി ഇങ്ങനെ ഫേസ് മാത്രം വെച്ച് വിഷ്ണുവുമായിട്ട് ഓരോരോ ദിവസങ്ങളിൽ സംസാരിക്കുന്നു. കുറേ ദിവസങ്ങൾ ഇങ്ങനെ വീഡിയോ കോളിൽ സംസാരിക്കുന്നതൊക്കെ കാണിക്കുകയാണ്. തുടർന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം സന്ധ്യയോടടുപ്പിച്ചാണ് വിഷ്ണു ഇങ്ങനെ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് ഹാളിലിരിക്കുമ്പോൾ പിള്ള ഒരു ലെറ്ററുമായിട്ട് വരികയാണ്. ശാലിനി കുഞ്ഞിന് രജിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു, പിന്നെ UPSC എന്നാണ്, സിവിൽ സർവീസ് IASന്റെ ബന്ധപ്പെട്ട എന്തോ ലെറ്റർ ആണെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പിള്ളച്ചേട്ട ഒന്ന് പൊട്ടിച്ച് വായിക്കുകയെന്ന് പറയുകയാണ്. അന്നേരം പിള്ളയാണെങ്കിൽ അത് പൊട്ടിച്ച് വായിക്കുമ്പോൾ പിള്ളയ്ക്ക് ആ സന്തോഷം. അന്നേരം എന്താന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ സിവിൽ സർവീസിന് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കാൾ ലെറ്ററാണ്. ഉത്തരാഖണ്ഡിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷത്തെ ട്രെയിനിങ് ആണെന്ന് പറയുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ ശാലിനി IAS ആണോ എന്നും പറഞ്ഞ് വിഷ്ണു ആകെ സന്തോഷത്തിലാണ്. അന്നേരം അദ്ദേഹം ഇങ്ങനെ പിള്ള പറയുകയാണ്, ഇത് ഞാൻ അവിടത്തേക്ക് എത്തിക്കട്ടെ എന്ന് പിള്ള ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം എന്നും പറഞ്ഞ് വിഷ്ണു അതങ്ങ് വാങ്ങിക്കുകയാണ്. അന്നേരം ശാലിനി കുഞ്ഞിനെ കാണുന്നത് സംസാരിക്കുമൊക്കെ സത്യാമ്മ വിലക്കി ഇരിക്കുകയല്ലേ, അപ്പോൾ അതെങ്ങാനും അറിഞ്ഞാലെന്നും പറഞ്ഞ് പിള്ള സന്ദേഹപ്പെടുന്നുണ്ട്. അന്നേരം ഇത്രയും നാൾ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തില്ല, ഇതെന്തായാലും എനിക്ക് നേരിട്ട് കൊടുക്കണം, അച്ഛനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് വിഷ്ണു വണ്ടിയെടുത്ത് ഇറങ്ങുകയാണ്. സമയം രാത്രിയാണ്. ഇതേസമയം ശാലിനി ആണെങ്കിൽ റൂമിൽ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല നിറവയറോട് കൂടിയാണ് ഇരിക്കുന്നത്. പ്രസവ ഡേറ്റൊക്കെ അടുത്തും തോന്നുന്നു. അതേസമയം തുടർന്ന് ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വയറിലേക്ക് കൈവച്ചിട്ട് പറയുന്നുണ്ട്, എന്തൊരു ദുർവിധിയാണ് എൻ്റേത്, വിഷ്ണുവേട്ടനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. വാവേ നിനക്കും ആഗ്രഹം കാണില്ലേ, സ്വന്തം അച്ഛനാണെങ്കിൽ അമ്മയുടെ വയറിൽ വയറിൽ തലവെച്ച് സംസാരിക്കുന്നതും കിന്നാരം പറയുന്നതും ഒക്കെ കേൾക്കാനായിട്ട്, പിന്നെ പിറവി എടുത്ത ഉടനെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി വിഷമിക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, വയറിലിങ്ങനെ തലോടിയിട്ട് പറയുന്നുണ്ട്, എന്നാലും ചെറിയൊരു ഭാഗ്യമുണ്ട്, പിന്നീട് നിനക്ക് അച്ഛനെ കാണാം, തൊടാം, സംസാരിക്കാം, ഒരു വീട്ടിൽ താമസിക്കാം, ഒന്നിച്ചിറങ്ങാം, പിന്നെ അമ്മയ്ക്ക് കിട്ടാത്ത ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്ന വിഷ്ണു വഴിയിൽ വെച്ച് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാലിനി പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഈ സമയത്ത് എന്താണെന്ന് പറഞ്ഞിങ്ങനെ ഹലോ വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അന്നേരം എടോ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറയുമ്പോൾ ശാലിനി ഒന്ന് അന്തം വിടുന്നുണ്ട്. അന്നേരം എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വീട്ടിലേക്ക്, അല്ലാതെ പിന്നെ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാവില്ല, സത്യാമ്മ വിലക്കിയിട്ടുള്ളതല്ലേ, നമ്മൾ തമ്മിൽ കാണരുത് എന്ന്. അന്നേരം CCTV ഒക്കെ ഉള്ളതാണെന്ന് പറയുമ്പോൾ CCTV എന്ന് പറഞ്ഞ് വിഷ്ണു ആദ്യം ചീത്ത വിളിക്കാനൊക്കെ വരുന്നുണ്ട്. അന്നേരം എടോ CCTV ഇല്ലാത്ത പരിധിക്ക് അങ്ങോട്ടത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും ശരിയാവില്ല, സത്യാമ്മ എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എടോ തൻ്റെ പ്രശ്നം എന്താണ്, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര മാസമായി, താൻ എൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ വയറിലേക്ക് കൈവച്ചിട്ട് എനിക്ക് കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വിഷ്ണുട്ടൻ ഇപ്പോൾ വന്നാൽ ഞാൻ ഗർഭിണിയാണെന്ന് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ശാലിനി മനസ്സിൽ കരുതുകയാണ്. അന്നേരം ഹലോ എന്നിങ്ങനെ വിഷ്ണു ചോദിച്ചിട്ട് എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ എന്നിങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ എന്താ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഒന്ന് തപ്പുകയാണ് ആദ്യം. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ശ്യാമയുടെ പ്രസവ ഡേറ്റ് ആണ്, അപ്പോൾ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് സത്യാമ്മ എല്ലാം ക്ഷമിക്കും, പഠിക്കൽ വരെ കൊണ്ടുവന്നിട്ട് കല ഉടയ്ക്കണോ വിഷ്ണുവേട്ടാ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എടോ ഇത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുമ്പോൾ ജീവിതത്തേക്കാൾ പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് വിഷ്ണുവേട്ടാ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രധാനപ്പെട്ടതോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഡാഷ്ബോർഡിൽ നിന്നും ആ കാൾ ലെറ്റർ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടോ തനിക്ക് IAS ട്രെയിനിങ്ങിന് ജോയിൻ
ജോയിൻ ചെയ്യാനുള്ള കാൾ ലെറ്ററും കൊണ്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ശാലിനി ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് സംസാരിക്കാനായിട്ട് ശാലിനി കഴിയുന്നില്ല. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു വരിക തന്നെ ചെയ്യും. ശാലിനി ആണെങ്കിൽ CCTV ഇല്ലാത്ത ഭാഗത്തേക്ക് എങ്ങാണ്ട് വരും, അങ്ങനെയാണെന്ന് തോന്നുന്നു. തമിഴിലൊക്കെ അങ്ങനെയാണ്, മതിലിൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ ശാലിനിയുടെ തല ഭാഗം മാത്രമേ കാണുകയുള്ളൂ. ലെറ്റർ കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് വരും എപ്പിസോഡുകളിൽ. എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഒരു 3-4-5 മാസത്തെ ഭാഗങ്ങൾ ഒറ്റ സ്പീഡിൽ പോയിട്ടുണ്ട്. ഇത്രയുമാണ് പുതിയ വിശേഷം. ഓക്കെ, താങ്ക് യു.